പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ, നിങ്ങൾക്ക് സക്സസ് ആവും. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയും അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് അരിയെയും ഉഴുന്നും വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോയുടെ കൂടെ അത് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ അത് പോയതാണ് കേട്ടോ. അപ്പം 250 ml 1 കപ്പിന് പച്ചരിയും അതുപോലെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്നുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഇപ്പോൾ 1 കപ്പ് 2 കപ്പ് പച്ചരിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 4 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ 1 കപ്പ് എടുത്തതിന് അതിന് പകരം നിങ്ങൾ 2 കപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളായിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന അളവ് വെച്ചിട്ട് നമുക്കൊരു 10 പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോർമൽ സൈസിലുള്ള 10 പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ അരിയും ഉഴുന്നും നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് എടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രൗൺ പാർട്ട് ഇല്ലാതെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലപ്പത്തിന് നല്ലൊരു കളറ് വൈറ്റ് കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു 1/2 കപ്പ്, 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 കപ്പ് വേവിച്ചിട്ടുള്ള ചോറും എടുക്കുക. 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും. 1 കപ്പ് അരിയിലേക്ക് 2ഉം 1/2 കപ്പ് വീതമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചോറ് ഞാനിത് ആ വെള്ള കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുന്നത് ചെറിയൊരു ക്രിസ്പിനെസ് സൈഡിലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട, കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ മതി ഈ ഒരു അളവിലേക്ക്. ഇനി ഇതിലേക്ക് അത് അരച്ച് കിട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം അതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് നമുക്കറിയാമല്ലോ എത്രത്തോളം വേണം ഒരു ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് അറിയാമല്ലോ. ആ രീതിയിൽ നല്ല ഫൈനായിട്ട് തരിതരിപ്പൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങളിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10 മണിക്കൊക്കെ അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2-3 മണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 മണിക്കൂറിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്ന് വിചാരിച്ച് ഒരുപാട് അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല. നമ്മൾ 1/4 ടീസ്പൂൺ മാത്രമേ ഈസ്റ്റ് ചേർക്കുന്നുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അതൊരു 3 മണിക്കൂറിന് ശേഷം ഇത് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഒന്നുകൂടെ ഒരു ബാറ്റർ ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ചു വെച്ചില്ലാറ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിക്കായി വരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. 1 മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ മതി. ഇനി നമുക്ക് പാലപ്പച്ചട്ടിയൊക്കെ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ബബിൾസ് വരാൻ സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഹോൾസ് വരുന്നത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കുക്ക് ഇപ്പോൾ ഇത് തുറന്ന ഉടനെ തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കരുത്. അതിൻ്റെ മുകൾ ഭാഗം അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടൽ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. തുറന്ന് വെച്ചിട്ടതിന് ശേഷമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 10 എണ്ണമാണ് കേട്ടോ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഞാനിതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് ചിക്കൻ കക്കമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കക്കത്തിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കക്കം. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഉണ്ടോ ഇതെല്ലാം സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാലപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ FB പേജിലാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്